ആട്ടിൻതോലിട്ട ചെന്നായികളാണ് കേക്കുമായി വരുന്നതെന്ന് 2023 ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞു. വേണ്ടപ്പെട്ട ആളുകൾ കാല് വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ്. എന്തൊരു പാർട്ടിയാണ് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു. നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ്. ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീൽ തള്ളി. ഒരാളുടെ കാല് വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായൊരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ CPM അവരെ യാത്രയയപ്പ് നൽകി അയക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ശൈല ടീച്ചറോട് വളരെയധികം വലിയ ശക്തമായ പ്രതിഷേധമുണ്ട്. അവരൊരു അധ്യാപിക കൂടിയായിരുന്നു. അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് CPM കൊടുക്കുന്നത്? CPM പോലത്തെ ഒരു പാർട്ടി വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? ആരുടെ ആകട്ടെ ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ച ആളെ സമ്മേളനം നടത്തി യാത്രയയപ്പ് നടത്തി യാത്രയാക്കുന്നു. ഇതെന്തൊരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്? 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ജയിലിൽ സുഖസൗകര്യങ്ങളാണ്. കോടതിയിൽ പോയാൽ പുറത്തു വരുമ്പോൾ ബാറിൽ ഭക്ഷണവും മദ്യവും കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുത്താൽ മതി. പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളതാണ്, മുഖ്യമന്ത്രിയോട്. അതിൻ്റെ കുറവ് മാത്രമേ ജയിലിലുള്ളൂ. ഭക്ഷണത്തിൻ്റെ മെനു തീരുമാനിക്കുന്നത് അവരാണ്. കോടതിയിലെ ജയിലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഗൂഢാലോചന കേസിൽ ഉള്ള വിവരങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാർട്ടി അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ജയിലിൽ നിന്നുകൊണ്ട് അവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റി ജയിലിൽ നടത്താനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് നിൽക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്, അകത്ത് ഇരിക്കുന്നവർക്കാണ്, ഗോവിന്ദസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഉറപ്പായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമല്ലോ. ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു പ്രീസിഡൻറ്റിൻ്റെ പേരിലാണ്. ഒരു പ്രീസിഡൻ്റ് ഉണ്ട്. ഒരു പാലത്തിന് അതിൽ ചില അപാകതകൾ, നിർമ്മാണത്തിൽ അപാകതകളുണ്ട് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പുറത്ത് ഒരു മന്ത്രിയെ പ്രതിയാക്കി, വിജിലൻസ് കേസിൽ പ്രതിയാക്കി ജയിലിലടക്കാൻ പോയ സർക്കാരാണ്. അപ്പോൾ പാലം തകർന്നു വീഴുമ്പോൾ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത്? അതാണ് ചോദ്യം. ഞാൻ രണ്ടും കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അത് രാഷ്ട്രീയ വേട്ടയായിരുന്നു, ഇല്ലേ? രാഷ്ട്രീയ വേട്ട. ഒരു പാലം നിർമ്മിച്ചാൽ അതിൻ്റെ എഞ്ചിനീയറിംഗ് പിഴവുണ്ടെങ്കിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പാലം ഉണ്ടാക്കിയ എനിക്കെന്താ? ഞാനാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത്, അല്ല മന്ത്രിയാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത്? അന്നാ ദാക്ഷിണ്യം കാണിച്ചില്ല, മര്യാദകേടാണ് കാണിച്ചത്. ഇബ്രാഹിം കുഞ്ഞിനോട് കാണിച്ച മര്യാദകേടാ. എന്തു പങ്കുണ്ടായിട്ടാണ്? ഒരു എഞ്ചിനീയറിംഗ് പിഴവ് ഒരു പാലത്തിനോ കെട്ടിടത്തിനോ വന്നാൽ മന്ത്രിയാണോ എഞ്ചിനീയറിംഗ് നോക്കുന്നത്? MLA ആണോ നോക്കുന്നത്? എന്നിട്ട് അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ നോക്കി. അതിന് ഇവർ ഉത്തരം പറഞ്ഞാൽ മതിയാവും. പാലം തകർന്നു വീഴും. ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ, പറയട്ടെ. അന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ? പിഴവുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ഭരണ നേതൃത്വത്തിൻ്റെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ്. തുടർച്ച പറയണമല്ലോ. ഇതൊക്കെ കാലം പറയിപ്പിക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട്, കാലം പറയിക്കുന്നതാണിത്. അതൊന്നും സാമാന്യ ബോധമുള്ള ഒരാളും പോവില്ല. എല്ലാവർക്കും അറിയാം, രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരായി ആക്രമണങ്ങൾ നടക്കുകയാണ്. രാജ്യത്തുടനീളം 834ാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത്. രാജ്യത്തെ എല്ലായിടത്തും നടക്കുകയാണ്. ഒരുപാട് പേര് ജയിലിലാണ്. ഒരുപാട് വൈദികർ, ഒരുപാട് പാസ്റ്റർമാർ, ഒരുപാട് ക്രൈസ്തവരൊക്കെ ജയിലുകളിലാണ്. ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുകയാണ്. ആട്ടിൻതോലിട്ട ചെന്നായികളാണ് കേക്കുമായി വരുന്നതെന്ന് 2023 ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞു. ആട്ടിൻതോലിട്ട ചെന്നായികൾ അരമനകൾ കയറി ഇറങ്ങി കേക്കുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ.
2023 ഡിസംബറിൽ പറഞ്ഞതാണ്, ഞാൻ തന്നെ പറഞ്ഞതാണ്. ബോധ്യപ്പെട്ടല്ലോ, അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ ഒരു ഷോ, എന്നിട്ടിപ്പോൾ ഇവരെ ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുക്കുന്നത്. കോടതിയാണ് ജാമ്യം കൊടുത്തത്. ഛത്തീസ്ഗഡിൻ്റെ പ്രോസിക്യൂഷനും ബജരംഗദളിൻ്റെ വക്കീലും ശക്തിയായി എതിർത്തിട്ടും ഒരു കേസും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കോടതിയാണ് കൊടുത്തത്. ആ കേസ് പിൻവലിക്കണം, അതിനുള്ള നടപടികൾ കോടതികൾ ചെയ്യണം. അത് ക്വാഷ് ചെയ്യാനുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും. ഭൂപേഷ് ബാഗലിൻ്റെ കാലത്തൊന്നുമല്ല ഇത് കൊണ്ടുവന്നത്. ഛത്തീസ്ഗഡിലെ നേതാക്കൾ ആരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ തെറ്റായ പ്രചരണമാണ്. ആദ്യത്തെ MP-മാരുടെ ഡെലിഗേഷൻ പോയപ്പോൾ അവർക്ക് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ അവരുടെ കൂടെ പോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. ജയിലിൽ പോയി കന്യാസിമാരെ ഭൂപേഷ് ബാഗലെ കണ്ടു. ഒന്ന്, അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ അതിശക്തമായി അവിടുത്തെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ BJP-കാരെ വെച്ച് അതെല്ലാം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ ഉൾപ്പെടെ ആ കോലം പോലീസ് പിടിച്ചു വാങ്ങിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ വനിതകൾ അവിടെ സമരം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, അവിടുത്തെ PCC പ്രസിഡന്റ്, അവിടുത്തെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും കൊടുക്കാനുണ്ടായിരുന്നു. ശ്രീ റോജി M. ജോണും സജീവ് ജോസഫും അവിടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചത് റോജി M. ജോൺ MLA ആണ്. അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ്. ഇവരിത് കാണുന്നത്, ഇതൊക്കെ ഒന്നും പറയാനില്ലല്ലോ. പെട്ടുപോയി, കള്ളത്തരം പൊളിഞ്ഞു പോയല്ലോ, കാപട്യം പുറത്തു വന്നല്ലോ, അത് വരുമല്ലോ. ബാക്കി പുറത്ത് കാണിക്കുന്നതല്ല കേരളത്തിൽ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. നേരത്തെ മനസ്സിലായതാണ്, കുറച്ചു പേർ കൂടി മനസ്സിലാകണ്ടായിരുന്നു, അതിപ്പോൾ മനസ്സിലായത്രേ ഉള്ളൂ. ആ പിന്നെന്താണ്, അതാണ്, അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേണ്ടപ്പെട്ട ആളുകൾ കാല് വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ്. എന്തൊരു പാർട്ടിയാണ്, അവരുടെ കൂടെയാണ്. അവർ സമ്മതിച്ചത് അത്രയേ ഉള്ളൂ. വാചകം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി. അവരാരാണെന്നാണ് എക്സ്പോസ്ഡ് ആയത്, അവരുടെ പാർട്ടി. എനിക്ക് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം വരുന്നത്. ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് കുട്ടികളെ. തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരിക്കലും പോകാൻ പാടില്ല, ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല. ഒരാളുടെ കാല് വെട്ടിയ കേസാണ്, ആരുടെങ്കിലും ആകട്ടെ. പ്രതികൾ ജയിലിൽ പോകുമ്പോൾ സങ്കടത്തിൽ യാത്രയൊക്കെ ആയിട്ട് ദുബായിക്ക് ജോലിക്ക് പോകണമല്ലേ. ഞങ്ങളാരും ഇതിൻ്റെ തർക്കത്തിന് പോയില്ലല്ലേ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? വന്നില്ല, ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ, ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. അല്ല, മോഹൻലാൽ വരുമെന്നാണല്ലോ പറഞ്ഞത്. മോഹൻലാൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോഹൻലാൽ ചതിച്ചാശാണ്. അല്ല, വരാമെന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. നിങ്ങൾ നോക്കിക്കോണേ, പടത്തിലെ നായകൻ മമ്മൂട്ടിയാണ് പറയുന്നത്. മോഹൻലാൽ വരാമെന്ന് പറഞ്ഞ് ചതിച്ചാശാണ്, മെസ്സി ചതിച്ചാശാണ്, എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടാണല്ലോ പകരം കൃഷ്ണൻകുട്ടി നായർ വരുന്നത്. ഓർമ്മയില്ല? സംഘടനാപരമായ കാര്യങ്ങളെല്ലാം KPC പ്രസിഡന്റ് സംസാരിക്കുള്ളൂ. ഞാൻ സംസാരിക്കാനില്ല, എനിക്ക് പറയാൻ പാടില്ല. KPC പ്രസിഡന്റ് പറയും. തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല. എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ MP-മാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയാൽ പോലെ. MP-മാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെൻറ്റ് നീണ്ടു നിൽക്കും. അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനിയും ഞായറുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് KPC പ്രസിഡന്റും CLP ലീഡറും ഡൽഹിയിലേക്ക് വന്നത്. അവരിവിടെ സമ്മേളനം നടക്കുന്നു. അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ. ഇവരെ അതൃപ്തിയല്ലേ? അല്ല, ഞാൻ അതൊക്കെ KPC പ്രസിഡന്റ് പറയും. ലിസ്റ്റാകുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കും.
നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക. ഈ കോൺഗ്രസിൻ്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ, നിങ്ങളിങ്ങനെ നടക്കല്ലേ. ഒരാൾ വന്നില്ല, ആൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. എന്തിനാ ഇങ്ങനത്തെ വാർത്ത? എന്നിട്ടിത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം, MP വന്നില്ല, വേറൊരു MP വന്നില്ല. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഈ കോൺഗ്രസിൽ നിന്നേ നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്നേ വാർത്തയുള്ളൂ. രാവിലെ ഞങ്ങൾ തന്നെ അന്തം വിടും ചില വാർത്ത കാണുമ്പോൾ. ചിലപ്പോൾ ചിരി വരും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോലും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അത് നിങ്ങളാരെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചായിരിക്കും. ഞാൻ പറയില്ല, സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. KPC പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയും. വളരെ മോശമായിപ്പോയി. KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റ് ഇവിടെ വന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനോട് മുറിയിൽ കയറി സംസാരിച്ച് പുറത്തുനിന്ന് കേട്ടത് വളരെ മോശമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലേ. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആകുമ്പോൾ തുറന്നു പറഞ്ഞു, അത്രയല്ലേ. ഞാൻ ഓർത്ത് പുറത്തുനിന്ന് കേട്ടാണ്, ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞ പിൻവലിച്ചു. ഞാൻ ഓർത്ത് ഇത് പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചു. പറഞ്ഞു അങ്ങേ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. ഞാൻ പറയാൻ പാടില്ല, തമാശയായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തലകുത്തി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഘടനാപരമായൊരു സാധനം കിട്ടിയിട്ട് അതിൽ നിന്നൊരു വാർത്ത കിട്ടിയില്ല. ഞാൻ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റും. അതെ, ഞങ്ങൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലത്തെ ഒന്നുമല്ല പ്രോസസ്സ്. ആ പ്രോസസ്സ് ഏറ്റവും നല്ല ഒരു ടീം ഇപ്പോൾ വന്നില്ലേ, നല്ലൊരു ടീം വന്നില്ലേ. ഇപ്പോൾ നല്ലൊരു ടീം വന്നില്ലേ, KPCC പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻറ്റുമാരും അടക്കമുള്ള നല്ലൊരു ടീം വന്നല്ലേ. നല്ലൊരു ടീം വന്നു. അതുപോലെ അവർക്ക് ശക്തി കൊടുക്കുന്ന നല്ലൊരു ടീം വരും, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയില്ല. അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളിത് പൂർത്തിയായിട്ടില്ലല്ലോ. അതൊക്കെ എല്ലാം KPCC പ്രസിഡന്റ് പറയും. അത് പറയാം. നിങ്ങളോട് ആരെങ്കിലും ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോ വാർത്ത കൊടുക്കും, 10-ാം തീയതിക്ക് മുമ്പ് തീരുമാനം ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് വന്ന് ചോദിക്കുക 10-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവുക. ഭയങ്കര സാധനം ഉണ്ടാവും. ശരിയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.